ദാവീദ് എഴുതി അത് തൻ്റെ ഹൃദയത്തോട് തന്നെ സംസാരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. തന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു സങ്കീർത്തനം. തൻ്റെ ഹൃദയത്തോട് തന്നെ സംസാരിക്കുകയും തൻ്റെ ഹൃദയത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിൻ്റെ 1-ാം വാക്യം എന്ന് പറയുന്നത് അതിമനോഹരമായ വാക്യമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രികാലം നാം ദൈവസഭയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കാൻ കടന്നു വരുന്നത് സ്തോത്രം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ദൈവത്തെ അറിയുവാനുള്ള അവസരം ലഭിച്ചത്. രാത്രികാലം നാം ആരാധിക്കുന്നത് കർത്താവിന്റെ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ടാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നാം പലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടും സന്തോഷമില്ലാതെ സ്തോത്രം ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ സ്തോത്രം അനേക ഭാരത്തോടെ പ്രയാസത്തോടെ തന്റെ ജീവിതത്തിൽ പലവിധമായ ദുരിതത്തിലൂടെ കടന്നുപോയ ദാവീദ് തന്നെ ബലപ്പെടുത്തുവാൻ തന്റെ ആത്മാവിനോട് തന്റെ ഹൃദയത്തോട് പറയുകയാണ്. സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിലപ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ചിലപ്പോൾ നമുക്ക് ഭാരമുള്ള സാഹചര്യമായിരിക്കാം. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് സങ്കടപ്പെടുവാൻ ഭാരപ്പെടുവാൻ പ്രയാസപ്പെടുവാൻ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അത് സത്യമാണ്. എന്നാൽ സ്തോത്രം നാം പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്താൽ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്താൽ സ്തോത്രം നാം ഇപ്പോഴുള്ള നമ്മുടെ ഭാരത്തെ മറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്നത് കർത്താവിനോട് കൂടെ സന്തോഷിക്കാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം നാം ആരാധിച്ച് ദൈവത്തിന് വേണ്ടി നാം എന്തും ചെയ്യുവാനല്ല വരുന്നത്, മറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സമാധാനവും സന്തോഷവും പ്രാപിക്കുവാനാണ്. സ്തോത്രം. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് നാം നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം നമ്മുടെ ഭാരവുമായി ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അതേ ഭാരവുമായി നാം കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം 2 മണിക്കൂർ നാം ഈ ആലയത്തിൽ ചെലവഴിക്കുന്നത് വെറും പ്രയോജനമില്ലാതെയാണ്. സ്തോത്രം. നാം പ്രയാസത്തോടെ ചില വിഷയങ്ങളിൽ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ അതിനെ പുലർത്താം. സ്തോത്രം. കർത്താവ് മാത്രമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഭാരം നമ്മുടെ മേൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ഭാരം എന്ത് തന്നെ ആയിക്കോട്ടെ അത് എൻ്റെ മേൽ വെക്കുക, ഞാൻ അതിനെ നിവർത്തിച്ചു തരും, പുലർത്തി തരും. നീ ഭയപ്പെടേണ്ട. സ്തോത്രം. നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാനത് നടത്തി തരുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിൽ നാം മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ ദൈവസന്നിധിയിലേക്ക് പകർന്നുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. എന്തൊക്കെ ഉപകാരങ്ങളാണ് ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നതെന്ന് അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു. സ്തോത്രം. നാം ചിന്തിക്കുന്ന ഉപകാരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിച്ച ജോലിയായിരിക്കും, നമുക്ക് നല്ല വീട് തന്നതായിരിക്കും, നമുക്ക് നല്ല കാറ് തന്നതായിരിക്കും, മറ്റുള്ളവരെക്കാൾ നല്ല വസ്ത്രം തന്നതായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉപകാരങ്ങൾ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്ന, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഉപകാരം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സ്തോത്രം നാം വിശുദ്ധ ജീവിതം നയിക്കണമെന്നും വിശുദ്ധിയിൽ ജീവിക്കണമെന്നും ആഗ്രഹിച്ചാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ സ്തോത്രം പലപ്പോഴും നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നാം ആയിപ്പോകും ചിലപ്പോൾ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളും തെറ്റുകളും കുറവുകളും വന്നു പോയിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളെ കുറവുകളെ മോചിപ്പിക്കുന്ന സ്തോത്രം ആ അകൃത്യമൊക്കെ മോചിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ വിശ്വാസമാണ് ഇന്ന് രാത്രികാലം നമ്മെ ദൈവസന്നിധിയിൽ ഇരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ അകൃത്യങ്ങളെയും മോചിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങളെ അവർ ഓർക്കുന്നില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ കുറ്റങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മോട് ക്ഷമിക്കുവാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന നല്ലൊരു കർത്താവാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിലാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വലിയ വലിയ തെറ്റുകളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകളെ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ പകരം നമ്മോട് ചെയ്യാത്ത ദൈവം, ആമേൻ, അത് എത്ര വലിയ ഒരു നന്മയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകൾക്ക് ഒത്തവണ്ണം നമ്മോട് ദൈവം ചെയ്തിരുന്നെങ്കിൽ സ്തോത്രം, ഇന്ന് രാത്രികാലം ഈ ദൈവസന്നിധിയിൽ നിൽപ്പാൻ നമുക്ക് ആർക്കും യോഗ്യതയുണ്ട്. സ്തോത്രം. നമുക്ക് ആർക്കെങ്കിലും ആമേൻ, കർത്താവേ ഞാൻ നീതിമാനാണ്, ഞാൻ വിശുദ്ധനാണ്, ആമേൻ സ്തോത്രം, ഞാനൊരു കുറവില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആർക്കെങ്കിലും യോഗ്യതയുണ്ടോ? ഇന്ന് രാത്രികാലം നാം ചിന്തിക്കണം. നമ്മുടെ അനേക കുറവുകളെ, നമ്മുടെ ഹല്ലേലൂയ ലംഘനങ്ങളെ, പാപങ്ങളെ എല്ലാം ക്ഷമിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി ദൈവം നമ്മെ അംഗീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. 12-ാം വാക്യം പറയുന്നത്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഇതിലും വലിയ ഒരു നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ. കാരണം ഉദയത്തിനും അസ്തമയത്തിനും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നു ചേരാൻ പറ്റത്തില്ല. അത്രയും ദീർഘമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ടത് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അത്രയും അകലത്തിലാണ് ആമേൻ സ്തോത്രം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നത്. സ്തോത്രം. ഈ ഉപകാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഉപകാരങ്ങളെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. വാക്യമായിട്ട് ഇന്ന് രാത്രികാലം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സ്തോത്രം, ഇന്ന് രാത്രികാലം നാം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ ആമേൻ, നാം നന്ദിയുള്ളവരാണോ എന്ന് ഒരു സ്വയം ശോധന നാം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തെ ആമേൻ പാടി ആരാധിച്ച് കൈകൊട്ടി കടന്നു പോകുന്നവരല്ലാതെ ആമേൻ സ്തോത്രം ഓരോ സമയത്തും ആമേൻ ഹല്ലേലൂയ ഒന്ന് ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾക്കൊത്തവണ്ണം കർത്താവേ ഞാൻ ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിൽ ആമേൻ സ്തോത്രം അത് മറക്കാതെ, അവിടുത്തെ ഉപകാരങ്ങളെ ഒന്നും മറക്കാതെ ആമേൻ കർത്താവിനെ സ്തുതിക്കുന്നവനാണോ എന്നുള്ളത് ആമേൻ സ്തോത്രം ഇന്ന് രാത്രികാലം ചിന്തിച്ചിട്ട് നാം കടന്നു പോകുവാൻ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? അവൻ എല്ലായ്പ്പോഴും മത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ ആമേൻ സ്തോത്രം ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ നമ്മളോട് തെറ്റ് ചെയ്ത ഒരു ചെറിയൊരു ആമേൻ സ്തോത്രം എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ ഒരു മനുഷ്യൻ നമ്മോട് ചെയ്താൽ നാം പലപ്പോഴും അതിനെ ഓർത്തു വെക്കും. നാം വിട്ടുകളഞ്ഞെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. എങ്കിലും സ്തോത്രം വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നാം അത് മറക്കത്തില്ല. മനുഷ്യൻ ജീവനുള്ള കാലത്തോളം ആമേൻ അത് മറക്കാതെ എന്നും ഓർത്തു വെക്കും. എന്നാൽ ദൈവം പറയുന്നത് അവൻ എന്നേക്കും എന്ത് ചെയ്യുന്നില്ല, കോപം സംഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ സ്തോത്രം അത് ക്ഷമിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ അതിനെക്കുറിച്ച് ദൈവം ഓർക്കുന്നില്ല. ആമേൻ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ആമേൻ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ കഴിയാത്തത്, ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയാത്തത് നമ്മുടെ കുറവുകളെ ഓർക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് പുറമെയുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ ആമേൻ മറ്റ് ഇതര മനുഷ്യർക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയാത്തത്? കാരണം അവർക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്തത് അവരുടെ ഹൃദയത്തിലെ പാപബോധമാണ് അല്ലെങ്കിൽ പാപചിന്തയാണ്. സ്തോത്രം. എനിക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള യോഗ്യതയില്ല എന്നുള്ള ഒരു ചിന്തയാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആമേൻ, നിന്റെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും അത് എന്നോട് അറിയിക്കാം, ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത്ര നല്ല കർത്താവാണ് ആമേൻ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്ത ഉപകാരത്തെ ആമേൻ നമുക്കൊന്ന് രാത്രികാലം ഓർത്ത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ആമേൻ സ്തോത്രം നമുക്ക് ഇന്ന് രാത്രികാലം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, 2-ാം വാക്യത്തിൽ തന്നെ പറയുന്നത്, നിന്റെ സകല രോഗങ്ങളെയും ആമേൻ സൗഖ്യമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടാണോ, നമ്മുടെയൊക്കെ മഹിമ കൊണ്ടാണോ പല സ്ഥലത്തും നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നത്, അല്ലെങ്കിൽ
പല സ്ഥലത്തും നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു പരിഗണന ലഭിക്കുന്നില്ലേ? സ്തോത്രം. എന്തുകൊണ്ടാ? ആമേൻ. അവന്റെ ദയയും കരുണയും നമ്മെ അണിയിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതെപ്പോഴും നമുക്കൊരു മാലയായിട്ട് നമ്മെ അണിയിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പലപ്പോഴും നാം പല സ്ഥലത്ത് കടന്നു പോകുമ്പോഴും വിജയിച്ച് നമ്മെ മടങ്ങി വരുന്നത്. സ്തോത്രം. അല്ലാതെ നമ്മുടെ മിടുക്കോ കഴിവോ അല്ല. സ്തോത്രം. നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ആമേൻ. ആ വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. ആമേൻ. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നോക്കിയേ, അതിന്റെ മുകളിലൊക്കെ നമ്മുടെ അകൃത്യത്തെ കുറിച്ചും നമ്മുടെ അകൃത്യം ക്ഷമിച്ചതും പാപം ക്ഷമിച്ചതും ഒക്കെ പറഞ്ഞിട്ടാണ് ആമേൻ കർത്താവ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ മുമ്പും ഹല്ലേലൂയ കഴുകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആമേൻ. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. എന്താണ്? യൗവനക്കാർ ക്ഷീണിച്ച്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. ആമേൻ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. പ്രൈസ് ദി ലോർഡ്. അവിടെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ആമേൻ സ്തോത്രം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം നമുക്ക് ദൈവം തരുന്ന നന്മ അതൊരിക്കലും ആമേൻ നശിച്ചു പോകുകയില്ല, അല്ലെങ്കിൽ നിന്നു പോകുന്ന നന്മയല്ല, ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന നന്മ എന്ന് പറയുന്നത്. സ്തോത്രം. അന്ത്യത്തോളം ആമേൻ സ്തോത്രം നാം പ്രാപിച്ച കാലം മുതൽ, അല്ലെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ആമേൻ സ്തോത്രം നമുക്ക് ജീവനുള്ള കാലത്തോളം ആമേൻ സ്തോത്രം നമ്മുടെ അതിൽ വായിക്ക് അവൻ നന്മ കൊണ്ട് അവൻ തൃപ്തി വരുത്തുന്നു. സ്തോത്രം. അത് കഴുകനെ പോലെ പുതുകി വരുന്നു. സ്തോത്രം. ഒരിക്കൽ തന്ന നന്മ അത് ഹല്ലേലൂയ തീർന്നു പോകുന്ന നന്മയല്ല. സ്തോത്രം. നോക്ക് ഹല്ലേലൂയ ആ കലത്തിലെ മാവ് തീരാതെ വണ്ണം ആമേൻ ആ വിധവ എടുക്കും തോറും ആ കലത്തിൽ നന്മ നിറഞ്ഞു വരുന്നത് പോലെ ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നന്മ കൊണ്ട് നിറച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സ്തോത്രം. നാം ഒരു പക്ഷേ ചിന്തിക്കും ആമേൻ കുറച്ചേ ഉള്ളൂ പ്രൈസ് ദി ലോർഡ്, ഇപ്പൊ അത് തീർന്നു പോകും. സ്തോത്രം. ഒന്നുകൂടെ നാം എടുത്താൽ ആമേൻ സ്തോത്രം പിന്നെ നാളത്തേക്ക് നമുക്കതില്ല എന്ന് ആമേൻ നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ആമേൻ തിരുവചനം പറയുന്നത് അത് തീർന്നു പോകുകയില്ല, അത് കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്റെ നന്മ ആമേൻ ഏത് സമയത്തും ഏത് കാലത്തും അത് നിന്നോട് കൂടെയിരിക്കും. അത് ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ നന്മകളൊക്കെ നാം പ്രാപിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. അതാണ് ഇന്ന് രാത്രികാലം ആമേൻ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. നമുക്ക് ലഭിക്കാത്ത നന്മകളെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടാത്ത ചില ഭൗതിക നന്മകളെ കുറിച്ച് ഓർത്ത് നാം ഭാരപ്പെടാതെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എനിക്ക് തന്ന നന്മയെ കുറിച്ച് ഓർത്ത് ഞാൻ സന്തോഷിച്ചാൽ ആമേൻ സ്തോത്രം ആമേൻ ഇതുപോലെ ആമേൻ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നിനക്കൊരു കുറവ് സംഭവിക്കുകയില്ല. ആമേൻ. നീ നശിച്ചു പോകും, ഇത് നിന്റെ എൻഡ് പോയിന്റ് ആണ്, ലാസ്റ്റ് ആണ് എന്ന് നീ ചിന്തിക്കരുത്. ആമേൻ സ്തോത്രം. ആമേൻ. പിശാചിന് അവസരം കൊടുക്കരുത്. എനിക്കിനി മുന്നോട്ടൊരു ജീവിതമില്ല, എനിക്കിനി ഹോപ്പില്ല. ആമേൻ സ്തോത്രം. എന്റെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഭാവി ഇതോടെ തീർന്നു, അല്ലെങ്കിൽ സ്തോത്രം എന്റെ ഭാവി ഇതോടെ തീർന്നു ആമേൻ എന്ന് ഒരിക്കലും ചിന്തിക്കുവാൻ ഇടവരരുത്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് ആമേൻ എത്ര വയസ്സായാലും ആമേൻ അന്ത്യത്തോളം ആമേൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹിസ്കിയാ രാജാവിന് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ നന്മ ലഭിച്ചതാണ്. ആമേൻ സ്തോത്രം. നമുക്ക് ആ ദിനവൃത്താന്തം 32-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് ആമേൻ മരിക്കത്തക്ക ഒരു രോഗം ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കാമോ? 2 ദിനവൃത്താന്തം 32:25. ഹിസ്കിയാവ് നോക്കേ ഹിസ്കിയാവ് അവിടെ അതിന്റെ മുകളിലത്തെ വാക്യം വായിച്ചേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് മരണകരമായ രോഗം ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അതിൽ നിന്ന് നീക്കുപോക്ക് കൊടുത്തു. എന്നാൽ അതിന് താഴേക്ക് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിട്ടിരിക്കുകയാണ്. ദൈവം അവന് കൊടുത്ത
ഉപകാരത്തിന് ഒത്തവണ്ണം നടക്കാതെ നിഗളിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കി, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു കാര്യമാണ്, മിക്കവാറും എല്ലാ വിശ്വാസികളിലും പറ്റുന്ന ഒരു അബദ്ധമാണ്. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം നമ്മെ വിളിച്ച് നമുക്ക് വേണ്ടുന്ന അനുഗ്രഹം തന്ന് നമ്മുടെ വായ്ക്ക് നന്മകൾ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്കതെന്തോ ലോട്ടറി അടിച്ചതാണെന്ന് ചിന്തിച്ച് പ്രൈസ് ദി ലോർഡ് ആ നന്മയിൽ സന്തോഷിച്ച് ആ നന്മയുടെ പുറകെ പോയി ആ നന്മയിൽ നിഗളിച്ച് ജീവിച്ചാൽ പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തക്കവണ്ണം നിങ്ങൾ ഹല്ലേലൂയ അവനോട് ഉപകാരം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ, നന്ദിയോടെ നിങ്ങൾ ദൈവത്തെ ഓർത്തില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവം തന്ന നന്മ ഒരു ദിവസം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അന്ന് നിങ്ങൾ കരയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ നന്ദിയോ സ്തോത്രം നിങ്ങളുടെ സ്തുതികളോ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രൈസ് ദി ലോർഡ് നമുക്ക് ദൈവം തന്ന ഉപകാരത്തെ, നമുക്ക് തന്ന ദൈവം തന്ന നന്മയെ നാം ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നാം ഇടയായി തീർന്നില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് അത് ദൈവത്തിനും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. സ്തോത്രം. ഇന്ന് അനേക വിശ്വാസികൾക്ക് പറ്റിപ്പോയിട്ടുള്ള കാര്യം അതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം അവരെ അനുഗ്രഹിക്കുന്നു, നല്ല ജോലി കൊടുക്കുന്നു, നല്ല കുടുംബജീവിതം കൊടുക്കുന്നു, കാറ് കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് തന്ന ദൈവത്തെ ഈ അനുഗ്രഹം തന്ന ദൈവത്തെ മറന്ന് സ്തോത്രം ആ നന്മയിൽ സന്തോഷിച്ച് അതിൽ മുഴുകിപ്പോയി അവസാനം പല കുരുക്കിൽപ്പെട്ടു പോയി കഴിയുമ്പോൾ ദൈവമേ എനിക്ക് എന്തിങ്ങനെ സംഭവിച്ചു, എൻ്റെ മക്കൾക്ക് എന്തിങ്ങനെ സംഭവിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവർ സ്തോത്രം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരത് പുറകോട്ട് അവർ ചിന്തിച്ചിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന നന്മയ്ക്ക്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ദൈവത്തിന് എന്ത് പകരം കൊടുത്തു, എന്ത് മഹത്വം കൊടുത്തു എന്നവർ ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള ശേഷം മനുഷ്യരെ പോലെ നശിച്ചു പോകുന്ന അനേക വിശ്വാസികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. സ്തോത്രം. അവരുടെ തലമുറകൾ പലതിലും പെട്ട് നശിച്ചു പോകുന്ന ജീവിതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തുടങ്ങിയപ്പോൾ ഭക്തിയോട് തുടങ്ങിയ ജീവിതം അവരെ നന്മ കൊണ്ട് അനുഗ്രഹിച്ചു, വായ്ക്ക് നന്മ കൊണ്ട് അവർ തൃപ്തി വരുത്തി. എന്നാൽ അന്ത്യത്തോളം എത്തിയപ്പോൾ ഒരു തലമുറയ്ക്ക് അടുത്ത തലമുറയിലോട് എത്തിയപ്പോഴത്തേക്കും നശിച്ചു പോകുന്നൊരവസ്ഥ, അവിടെ അവർ തിരിച്ചറിയാതെ മറ്റ് മനുഷ്യരെ പോലെ നശിച്ചു പോകുന്നൊരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവം ആഗ്രഹിക്കുന്നത് നാം ആ ഒരു അവസ്ഥയിൽ നാം ആയി പോകരുത്. മറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ നന്മ അത് കഴുകനെ പോലെ യൗവനം പ്രാപിച്ച് എന്നും നമ്മൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നാം മറ്റുള്ളവർക്ക് അത് അവസാനത്തോളം സാക്ഷ്യമായി നിൽപ്പാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. വേറൊരു കൂട്ടരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് 10 കുഷ്ഠരോഗികൾ കർത്താവിന്റെ അടുക്കൽ കർത്താവെ കരുണ തോന്നണമേ എന്ന് യാചിച്ച് കർത്താവിന്റെ അടുക്കൽ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. മതി. സ്തോത്രം. അവിടെ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ കൂടിയിരുന്ന ഒരു ജനമല്ല, ജനത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ല ചോദിക്കുന്നത്, മറിച്ച് സൗഖ്യദായകനായ കർത്താവ്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ ഒരു ഹോപ്പുമില്ലാത്ത ഭാവിയിലേക്ക് ആ സമൂഹത്തിൽ എന്താ പറയാ ഒരു യോഗ്യതയുമില്ലാത്ത മറ്റു മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടുവാൻ, അവരുടെ കൂടെ യാതൊന്നിനും പങ്കുചേരുവാൻ യോഗ്യതയില്ലാത്ത കുഷ്ഠരോഗികൾ, പുറത്ത് തള്ളപ്പെട്ട 10 കുഷ്ഠരോഗികൾക്കാണ് കർത്താവ് അവിടെ സൗഖ്യം നൽകുന്നത്. സൗഖ്യം ലഭിച്ചപാടെ 9 പേര് സൗഖ്യവുമായി കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഒരുവൻ മാത്രം തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യം, എന്തിയെ 9 പേര് എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ
സത്യത്തിൽ ആമേൻ സ്വത്രം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. സ്വത്രം ആമേൻ നമുക്ക് നൽകുന്ന ദൈവം നൽകുന്ന നന്മ കൊണ്ട് നാം എങ്ങോട്ടോ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്വത്രം ലഭിച്ച നന്മയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ആമേൻ നമ്മൾ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ നാം സാക്ഷ്യം പറയുകയാണ്, ആമേൻ എനിക്ക് നന്മ ഇന്ന നന്മ ലഭിച്ചു, എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഞാൻ അവിടെയായിരുന്നു ഇവിടെയായിരുന്നു, എനിക്ക് ഇന്ന നന്മകൾ ലഭിച്ചു, ആമേൻ ഇന്ന് എനിക്ക് ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ആ നന്മയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്വത്രം. ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ ആ സ്വത്രം ആ നന്മയിൽ സാക്ഷ്യം പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് ഓടിപ്പോകുവാനല്ല, മറിച്ച് തിരിഞ്ഞ് ആമേൻ ഈ നന്മ തന്ന ദൈവത്തെ നീ മഹത്വപ്പെടുത്തണം. ആ ദൈവത്തെ കുറിച്ച് വേറൊരാളോട് നീ സാക്ഷ്യം പറയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നിന്നെ വിടുവിച്ച, നിന്നെ സൗഖ്യമാക്കിയ, നിന്നെ ഹല്ലേലൂയ സ്വതന്ത്ര നന്മ കൊണ്ട് നിറച്ച നിന്റെ ജീവിതത്തെ ആമേൻ ഹല്ലേലൂയ കഴുകനെ പോലെ പുതുകിവരത്തക്കവണ്ണം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ആ വലിയവനായ ദൈവത്തെ ആമേൻ മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവരോട് പരിചയപ്പെടുത്തുവാൻ ആമേൻ സ്വത്രം അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. സ്വത്രം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ആമേൻ സ്വത്രം നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് വീണ്ടും നന്മയല്ല ലഭിക്കുന്നത്, മറിച്ച് സ്വത്രം ദൈവത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. സ്വത്രം ആമേൻ. തിരുവചനം പറയുന്നു 2 തിമോത്തി 2:13 വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തി 2:13 പറയുന്നുണ്ട്, ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വത്രം. ആമേൻ. 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 നാം അവിശ്വസ്തരായി തീർന്നാലും പ്രൈസ് ദി ലോർഡ് അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ആമേൻ. സ്വത്രം. പലപ്പോഴും ഈ വാക്യത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ആമേൻ ഞാൻ അവിശ്വസ്തനായി തീർന്നാലും ദൈവം എന്നോട് വിശ്വസ്തനായി പാർക്കുമെന്നായിരുന്നു. സ്വത്രം. ആമേൻ. പലപ്പോഴും നമ്മുടെ വിശ്വാസികൾ ആമേൻ സ്വത്രം നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നത് ആമേൻ ആ വചനത്തെ പലപ്പോഴും തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. നാം അവിശ്വാസിയായി പാർത്താലും ആമേൻ ദൈവം എന്നോട് വിശ്വാസത്തോട് ഇടപെടും. ആമേൻ സ്വത്രം. ദൈവം ആമേൻ സ്വത്രം എന്റെ നന്മയൊന്നും മുടക്കുകയില്ല എന്നാണ് ആമേൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ആമേൻ വചനം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയുകയില്ല. അതിന്റെ മുകളിലേക്കുള്ള 2 വാക്യം വായിക്കാമോ? ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗം ഓടിച്ച് ആമേൻ പറയുകയാണ്. സ്വത്രം. ആമേൻ. പലപ്പോഴും ഈ ഒരു വാക്യം താഴത്തെ ഒരു വാക്യം മാത്രം എടുത്തുകൊണ്ടാണ് പറയുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം ആമേൻ തന്റെ സ്വഭാവം ത്യജിക്കുകയില്ല, നമ്മോട് വിശ്വസ്തയോടെ നിൽക്കുമെന്ന് ഈ 2 വാക്യം എടുത്ത് പലരും പ്രസംഗിക്കാറുണ്ട്, ആളുകളെ തെറ്റിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല വാക്യം. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പാപത്തോട് കൂട്ടുകൂടുവാൻ കഴിയുകയില്ല. ആമേൻ സ്വത്രം. ദൈവത്തിന് നമ്മുടെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ കഴിയുകയില്ല. സ്വത്രം. നമ്മുടെ സ്വഭാവത്തെ മാറ്റിവെച്ച് ആമേൻ ഹല്ലേലൂയ ദൈവത്തെ നാം തള്ളിക്കളഞ്ഞാൽ ദൈവം നമ്മയും തള്ളിക്കളയും. സ്വത്രം. നാം ദൈവത്തെ വിട്ട് മാറിപ്പോയാൽ ആമേൻ ദൈവം നമ്മയും വിട്ട് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നീങ്ങി പോയാൽ നിങ്ങളോട് അടുത്ത് ഞാൻ നിങ്ങളുടെ പുറകെ വരാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ആമേൻ. നിങ്ങൾ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞാൽ ഞാൻ നിങ്ങളെ തള്ളിക്കളയും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെയാണ് ആ വാക്യത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. നാം അവിശ്വസ്തരായി തുടർന്നാൽ ആമേൻ പ്രൈസ് ദി ലോർഡ് നാം പലപ്പോഴും അവിശ്വസ്തരായി പോകും, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ നാം ദൈവത്തോട് ആമേൻ നമുക്ക് നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ആമേൻ നമ്മുടെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആമേൻ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച് കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ നാം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗലാത്യ ലേഖനം 4:9 ഒരു വാക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. മതി. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. എന്തുകൊണ്ടാണ് സ്വത്രം ഇങ്ങനെ ഒരു വാക്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ നാം ഇതിന് പുറത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നാം ദൈവത്തെ അറിയാതെ പുറത്തുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ സ്വത്രം നമ്മളെ ഇതൊന്നും ബാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം ദൈവത്തെ അറിഞ്ഞവരാണ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ അറിഞ്ഞു എന്നതിലപ്പുറം അടുത്ത വാക്യം
വാക്യം പറയുന്നത് ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കണം, ആമേൻ സ്വന്തം ഇന്ന് രാത്രി കാലം ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ആമേൻ സ്വന്തം നാം ദൈവത്തെ അറിയുന്നു എന്ന് മാത്രമല്ല, ആമേൻ ദൈവം നമ്മളെയും അറിയുന്നു, നമ്മുടെ സ്വഭാവങ്ങളെ അറിയുന്നു, നമ്മുടെ കാപട്യങ്ങളെ അറിയുന്നു, നമ്മുടെ കള്ളത്തരങ്ങളെ അറിയുന്നു, ആമേൻ നമ്മുടെ സ്വഭാവത്തിലെ ബലഹീനതകളെ അറിയുന്നു, നമ്മുടെ സ്വഭാവത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും നമ്മുടെ കർത്താവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ആമേൻ അവനെ മറച്ചുകൊണ്ട് നമുക്ക് എവിടെയും പോയി ഇരിക്കുവാൻ കഴിയില്ല. സ്വന്തം ആമേൻ. നാം എവിടെ ചെന്ന് പാർത്താലും ആമേൻ അവിടെ കർത്താവിന്റെ ആത്മാവുണ്ട്. ദൈവം നമ്മളെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും ഹല്ലേലൂയ വിശുദ്ധനായി വെള്ളവസ്ത്രം ധരിച്ച് ഈ കസേരയിൽ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആമേൻ ഞാൻ മാന്യനാണെന്ന് പറഞ്ഞ് ഈ കസേരയിൽ വന്നിരിക്കുമ്പോൾ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. നാം അത് മറന്നു പോകരുത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ ആമേൻ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അനാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ വളരെയേറെ ഉണ്ട്. നാം അതിനെ പരിശോധിച്ച് നാം വിട്ടുകളയണം. നമ്മുടെ ജീവിതത്തിൽ നാം നന്മ പ്രാപിക്കുന്നില്ലെങ്കിൽ ആമേൻ ആമേൻ അനുഗ്രഹം നാം ആഗ്രഹിക്കുന്നത് പോലെ നാം ഒരു അനുഗ്രഹത്തിലേക്ക് ആമേൻ ആയിത്തീരുന്നില്ലെങ്കിൽ ആമേൻ അതിന്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വിട്ടുകളയുവാനും എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ട് എന്നുമാണ്. സ്തോത്രം. നോക്കിയേ, പലപ്പോഴും ആമേൻ നമ്മെ കുറിച്ച് ചിന്തിച്ച്, നമ്മുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ച് പലപ്പോഴും നാം അനാവശ്യമായി കള്ളം പറയുന്നവരാണ്. ആമേൻ. പലപ്പോഴും നാം അനാവശ്യമായി ആമേൻ വെറുതെ ആമേൻ സ്തോത്രം മറ്റുള്ളവരോട് വ്യാജം ആമേൻ കാണിക്കുന്നവരാണ്, വ്യാജം പറയുന്നവരാണ്. സ്തോത്രം. അങ്ങനെയല്ല. സ്തോത്രം. നാം പറ്റുന്നിടത്തോളം ആമേൻ സ്തോത്രം ആമേൻ സത്യസന്ധരായിരിക്കുവാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നാം പൊടിയെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ശരിയാ, നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. എന്നാൽ പലപ്പോഴും നോക്കി നമ്മൾ ഒരു ഉപകാരവും ഇല്ലാതെ നമ്മൾ ചിലപ്പം കള്ളം പറഞ്ഞു കളയും. സ്തോത്രം. ആമേൻ. ഒരാവശ്യം ഉണ്ടാവില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ചെറിയ ചെറിയ പൊങ്ങച്ചതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ പറയും. നമ്മുടെ ശമ്പളം ചിലപ്പോൾ കൂട്ടി പറയും, അല്ലെങ്കിൽ ശമ്പളം കുറച്ച് പറയും. ആമേൻ. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമയം പോകുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് അബുദാബിയിൽ ഉണ്ടായിരുന്നു. വന്ന സമയത്ത് ഒരിക്കൽ എന്നെ അബുദാബിയിൽ നിന്ന് ദുബായിക്ക് കൂട്ടിക്കൊണ്ട് ആദ്യമായിട്ട് വന്നതിൻ്റെ 3-ാം ദിവസം 4-ാം ദിവസം ഒന്നും അറിയില്ല. ആമേൻ. ചെറിയ ശമ്പളത്തിൽ ഞങ്ങൾ വന്നതാ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ അന്ന് അവൻ വിളിച്ചുകൊണ്ട് എന്നോട് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ നമ്മുടെ 2 കൂട്ടുകാരെ കാണാനാണ് പോകുന്നത് ദുബായിക്ക്. ആമേൻ സ്തോത്രം. അവൻ അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ദുബായ് എന്താണെന്ന് എവിടെയാണെന്ന് എന്താണെന്ന് ഒന്നും അറിയില്ല. എല്ലാ ചെലവ് എടുക്കാൻ എന്നോട് പോരെന്ന് പറഞ്ഞു. പക്ഷേ 2 കണ്ടീഷൻ അവൻ പറഞ്ഞു. ഒരു കൂട്ടുകാരൻ അവിടെ ഭയങ്കര ബേക്കറി ഒക്കെ നടത്തുന്ന, വേറെ എന്തൊക്കെയോ ഷോപ്പൊക്കെ നടത്തുന്ന വലിയ മുതലാളിയാണ്. അവനടുത്ത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ പറയണം. വേറൊരു സ്ഥലത്ത് പോകുന്നത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കുടുംബക്കാരാണ്, എൻ്റെ അയൽവാസിയാണ്. അവിടെ നമ്മൾ ഭയങ്കര നല്ല ജോലിയിലാണെന്ന് പറയണം. ആമേൻ. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് വിശ്വാസമൊന്നും വന്നിട്ടില്ല, ചർച്ചിലൊന്നും പോകുന്നില്ല. അവൻ്റെ കൂടെ യാത്രയായി. ആദ്യം പോയത് ഈ കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. കൂട്ടുകാരൻ ഇപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ബസ് ഇറങ്ങി കഴിയുമ്പോൾ ബെൻസ് കാറിൽ വരും, നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. ബസ് ഇറങ്ങി കഴിഞ്ഞപ്പം വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയോ. അവൻ അടുത്ത ഒരു ടാക്സി വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് പോകും. ആ സ്ഥലത്ത് എന്ന് പറഞ്ഞു അവിടെ വണ്ടി ഇട്ടിട്ടുണ്ടാവും. അവിടെ ചെന്നപ്പോൾ അവിടെ വണ്ടിയില്ല. പിന്നെ നോക്കുമ്പോൾ പറഞ്ഞു ഇങ്ങോട്ടൊക്കെ സൈഡിൽ കല്ലിലേക്ക് നടന്നു വരാൻ പറഞ്ഞു. നടന്ന് അവിടെ ചെന്ന് അവരുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒറ്റ റൂമിനകത്ത് 10 പേര് നീളത്തിൽ കിടക്കുക. സ്വന്തം ഇത്രയും സ്ഥലമേ ഉള്ളൂ. ഇത്രയും സ്ഥലത്ത് 10 പേര് നീളത്തിൽ കിടക്കുക. അവർക്ക് ഷോപ്പുണ്ട്, ശരിയാ. പക്ഷെ അവരുടെ സ്ഥിതി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥിതിയേക്കാളും കഷ്ടമായിരുന്നു. അവൻ അവിടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കൂട്ടുകാരനോട് ഇവൻ്റെ സങ്കടമെല്ലാം ആദ്യമേ പറഞ്ഞായിരുന്നു. അവൻ ഇവനെ രക്ഷപ്പെടുത്തുമെന്ന് അവൻ ചിന്തിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ ചെന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പം ഭയങ്കര വലിയ ഒരു ബംഗ്ലാവാണ്. അവൻ്റെ അയൽവാസിയാണ്, കൂട്ടുകാരിയാണ്. അവനോട് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അന്നത്തെ സമയത്ത് ഇവന് 8000 ദിർഹംസ് സാലറി ഉണ്ടെന്നും ഇവന് നല്ല അക്കോമഡേഷൻ ഉണ്ടെന്നും വണ്ടിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ലൈസൻസ് വണ്ടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ അവൻ എന്നോട് പറഞ്ഞു, സത്യം അവരെടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ അവർ രക്ഷിച്ചാൽ. കാരണം ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾക്ക് ചായ ഒക്കെ തന്നു കഴിഞ്ഞപ്പം അവര് ഇവനോട് ചോദിക്കുന്നു, എന്നാലും പേര് പറയുന്നില്ല, എന്നാലും നിനക്ക് ഇതെങ്ങനെ ഇത്രയും വലിയ ജോലി കിട്ടി, ഇത്രയും വലിയ ശമ്പളം എങ്ങനെ കിട്ടി, ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ ഇത്രയും കിട്ടത്തില്ലല്ലോ. പോയാൽ ഭയങ്കര അത്ഭുതമായി പോയി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി വന്നു. നോക്കി ചെറിയൊരു കള്ളമാണ് അവിടെ പറഞ്ഞതുകൊണ്ട് 2 കൊല്ലം അതേ സാലറിക്ക് അവനോട് ജോലി ചെയ്യേണ്ടി വന്നു. മറ്റേ ഈ പറഞ്ഞ അയൽവാസി എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സുകാരനാണ് അവിടെ ഷാർജയിൽ. അന്നത്തെ സാഹചര്യത്തിൽ അവൻ്റെ 10 ഇരട്ടി ശമ്പളം കൊടുക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു. പക്ഷേ അനാവശ്യമായ കള്ളം ആമേൻ സ്തോത്രം അവൻ്റെ ജീവിതത്തിൽ അത് ഓപ്പോസിറ്റായി തീർത്ത് കളഞ്ഞ സ്തോത്രം. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനാവശ്യമായ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അനാവശ്യമായ ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് ആമേൻ നമുക്ക് തന്നെ അത് ദോഷമായി തീരുകയാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. എന്നാൽ ദൈവം പറയുന്നത് ആമേൻ നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും നാം എന്ത് ചെയ്യണം? മാക്സിമം ആമേൻ നാം നിഷ്കളങ്കരായി ജീവിക്കുവാൻ ശ്രമിക്കുക. പ്രൈസ് ലോർഡ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ 2 ശമൂവേൽ അതിൻ്റെ 22-ാം അധ്യായം 26-ാം വാക്യം തൊട്ട് 28-ാം വാക്യം വരെയുള്ള ഒരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിഷ്കളങ്കനോട് ഞാൻ നിഷ്കളങ്കൻ. എടുത്ത വാക്യം വായിക്കാം. ആമേൻ. പ്രൈസ് ലോർഡ്. മതി. ഓക്കെ. ദയാലുവോട് ദയാലു. നമ്മൾ ചിന്തിക്കും നമ്മുടെ ദൈവം ആമേൻ സ്നേഹത്തിന്റെ മാത്രം ദൈവമാണ്. നമ്മുടെ ദൈവം ദയയുടെ മാത്രം ദൈവമാണ്. ആമേൻ. നമ്മുടെ ദൈവം ആമേൻ നിഷ്കളങ്കനോട് മാത്രം നമ്മളോട് ഇടപെടും ചിന്തിക്കുമ്പോൾ തിരുവചനം അങ്ങനെയല്ല പറയുന്നത്. ആമേൻ. ദൈവം ദയാലുവോട് ദയാലുവാണ്. ആമേൻ. നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കനാണ്. എന്നാൽ വക്രത കാണിക്കുന്നവൻ ആമേൻ അത് ആലയത്തിൽ വന്ന് ആരാധിച്ചാലും ആമേൻ എത്ര വലിയ ശബ്ദത്തിൽ നാം കൈയടിച്ച് ആരാധിച്ചാലും ആമേൻ നമ്മുടെ ജീവിതത്തിൽ വക്രതയുണ്ടെങ്കിൽ ആമേൻ കർത്താവ് പറയുന്നത് വക്രനോട് ഞാനും വക്രനായിരിക്കും. പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വക്രതയും ഇത് വെച്ച് നാം ആമേൻ ദൈവത്തോട് ഇടപെടാൻ നോക്കിയാൽ ദൈവവും അതേ രീതിയിൽ നമ്മോട് ഇടപെടുവാൻ ഇടയായി തീരും. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ഈ തിരുവചനങ്ങളെ നാം തിരിച്ചറിഞ്ഞ് പ്രൈസ് ലോർഡ് ആമേൻ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മൾ എന്തിനാണ് ആമേൻ സ്തോത്രം ഇതിനെ ഓർക്കുന്നത്? ആമേൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ജീവിതത്തിൽ നമ്മുടെ ദൈവം നമുക്ക് തന്ന നന്മകളെ ഉപകാരങ്ങളെ ഓർക്കുന്നത് ആമേൻ സ്തോത്രം എന്നും ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ കഴുകനെ പോലെ ആമേൻ യൗവനം പുതുക്കി വരത്തക്കവണ്ണം നന്മയെ പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അന്ത്യത്തോളം ദൈവസന്നിധി നിൽക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർക്കുന്നത്. ആമേൻ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ് ചർച്ചിലൊക്കെ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേൻ അവസാനം ആശീർവാദം പറയുന്നതിന് മുമ്പ് ഈ വാക്യം ആമേൻ അവർ പറയും. പ്രൈസ് ലോർഡ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നിരാശക്കാലം ആമേൻ സ്തോത്രം ഈ വചനം ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. ഞാൻ മുമ്പും ആമേൻ സ്തോത്രം ഇതേ സങ്കീർത്തനം ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ. ഈ സങ്കീർത്തനത്തിലെ ഈ 1-ാമത്തെ വാക്യം എല്ലാ വിശ്വാസിയുടെയും ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു കാര്യമാണ്. സ്തോത്രം. ആമേൻ. നിങ്ങൾ മറ്റുള്ളവരെ സ്തുതിക്കാൻ പറയണ്ട, മറ്റുള്ളവരോട് ആരാധിക്കാൻ പറയണ്ട. നിങ്ങളുടെ ഹൃദയത്തോട്, നിങ്ങളുടെ മനസ്സാക്ഷിയോട്, നിങ്ങളുടെ ആമേൻ ആത്മാവിനോട് പറയണം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഒന്നും മറക്കരുത്. പ്രൈസ് ലോർഡ്. ആമേൻ സ്തോത്രം. 1, 2, 3 എന്നല്ല, ഒന്നും മറക്കരുത്. പ്രൈസ് ലോർഡ്. ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.